ഇറാനിൽ തീമഴ പെയ്യിക്കുമെന്നും ഒറ്റ രാത്രി കൊണ്ട് ആ രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്നും വൻകരകൾ കടന്ന് അലറി വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ സ്വന്തം വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ മധ്യപൂർവേഷ്യയിൽ അഴിച്ചുവിട്ട ചോരക്കളി ഒടുവിൽ ചെന്നവസാനിച്ചത് അമേരിക്കയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വൻ തിരിച്ചടിയിലാണ്. ലോകത്തിന്റെ പോലീസുകാരനായി ചമഞ്ഞ് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപ്പുരകൾ ഇന്ന് ആളൊഴിഞ്ഞ അവസ്ഥയിലാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇറാനെ ചൊറിയാൻ പോയ ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഇപ്പോൾ സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് യു ടേൺ അടിക്കേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. മാസങ്ങളായി തുടരുന്ന പോരാട്ടത്തിൽ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനിക ദീർഘദൂര ആക്രമണ മിസൈലുകൾ മുഴുവൻ അമേരിക്ക ഇറാനിലേക്ക് എറിഞ്ഞു തീർത്തു. സ്വന്തം സൈനികർക്ക് ആൾനാശം സംഭവിക്കുന്ന ഭയം കാരണം യുദ്ധവിമാനങ്ങൾ നേരിട്ട് അയക്കാൻ ധൈര്യപ്പെടാതെ പാവകളെ പോലെ ദീർഘദൂര മിസൈലുകളെ മാത്രം ആശ്രയിച്ചാണ് ട്രംപിന് വിനയായത്. ശതകോടികൾ വിലമതിക്കുന്ന ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ പകുതിയിലധികവും എറ്റാക്കംസും പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ 65%, താഡ് പ്രതിരോധ മിസൈലുകളും 38% ഇതിനകം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞു. തന്ത്രപ്രധാനമായ US സെൻട്രൽ കമാൻഡിന്റെ ആയുധശേഖരം ഏതാണ്ട് പൂർണ്ണമായും വറ്റിയതോടെ ലോകത്തിന്റെ മറ്റു കോണുകളിൽ വിന്യസിച്ചിരുന്ന ആയുധങ്ങൾ തിടുക്കത്തിൽ മധ്യപൂർവേഷ്യയിലേക്ക് എത്തിച്ചാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ തലയൂരുന്നത്. 2300-ലധികം പാട്രിയറ്റ് മിസൈലുകൾ കൈവശമുണ്ടായിരുന്ന അമേരിക്കയുടെ പക്കൽ ഇപ്പോൾ കേവലം 700ഓളം മിസൈലുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ സ്വയം പ്രതിരോധിക്കാൻ പോലും മിസൈലുകൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ആഗോള വൻശക്തിയായ അമേരിക്ക എത്തി നിൽക്കുന്നത്. ഈ കുറവ് പരിഹരിച്ച് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ കുറഞ്ഞത് 2029 മധ്യത്തോടെ മാത്രമേ സാധിക്കൂ എന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിർമ്മാണശേഷിയേക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ ചെലവഴിച്ചു തീർത്ത ട്രംപിന്റെ ബുദ്ധിശൂന്യമായ നയം അമേരിക്കയുടെ ആഗോള പ്രതിരോധ ശേഷിയെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുകയാണ്. നാളെ ചൈനയോ റഷ്യയോ ആക്രമിച്ചാൽ തിരിച്ചു പോരാടാൻ അമേരിക്കയുടെ കയ്യിൽ തോക്കിൽ തിരയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ സമാധാന ചർച്ചകൾക്കായാണ് ഇറാനിലെ ആക്രമണങ്ങൾ നിർത്തിവെച്ചതെന്ന് ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് കേവലം ഒരു പുകമറ മാത്രമാണെന്ന് ലോകത്തിന് വ്യക്തമായി അറിയാം. കയ്യിൽ മിസൈലുകൾ തീർന്നതോടെ നാണംകെട്ട തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രംപ് എടുത്ത നാടകീയമായ ഒരു യു ടേൺ മാത്രമാണിത്. പെന്റഗണും ട്രംപും മാധ്യമ വാർത്തകളെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് ഇനിയും ആയുധശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കില്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ അഹങ്കാരത്തിനും ട്രംപിന്റെ വീമ്പ് പറച്ചിലിനും ഇറാൻ നൽകിയ ഈ മറുപടി ഇനി വരാനിരിക്കുന്ന കാലത്ത് അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ ലോകം അത്ര പെട്ടെന്ന് മുട്ടുമടക്കില്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ട്രംപിന്റെ സകല കളികളും ഇവിടെ അവസാനിക്കുകയാണ്.